ടോണി ചമ്മിണിക്ക് സ്വീകരണം. ഫ്രാഗിന്റെ വിശേഷാൽ പൊതുയോഗം ഞാർക്കൽ സഹോദരി നഗറിലെ വൈപ്പിൻ സൈൻ ഓഡിറ്റോറിയത്തിൽ ചേർന്നു. യോഗത്തിൽ വെച്ച് ടോണി ചമ്മിണി MLA-ക്ക് സ്വീകരണം നൽകി. ഫ്രാഗ് പ്രസിഡന്റ് VP സാബുവും ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസും ചേർന്ന് MLA-യെ പൊന്നാട അണിയിച്ചു. തുടർന്ന് പള്ളിപ്പുറം, കുഴിപ്പള്ളി, എടവനക്കാട്, നായരമ്പലം, ഞാറക്കൽ, എളങ്ങുന്നപ്പുഴ അപ്പെക്സ് കൗൺസിലുകൾ MLA-ക്ക് പൊന്നാട ചാർത്തി. യോഗത്തിൽ ഫ്രാഗ് പ്രസിഡന്റ് VP സാബു അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ്, വൈസ് പ്രസിഡന്റ് KK രഘുരാജ്, സെക്രട്ടറിമാരായ PK ഭാസി, PK മനോജ്, ട്രഷറർ സേവി താന്നിപ്പള്ളി, അനിൽ വെസ്റ്റൺ, ജോൺ മുക്കത്ത്, സിബി ചക്കാരക്കൽ, PD ആന്റണി എന്നിവർ പ്രസംഗിച്ചു. മറുപടി പ്രസംഗത്തിൽ ഫ്രാഗ് ഉന്നയിച്ച വൈപ്പിൻകരയുടെ പ്രശ്നങ്ങളെല്ലാം തന്റെ ശ്രദ്ധയിലുണ്ടെന്നും അവ ഓരോന്നായി പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമെന്നും ടോണി ചമ്മിണി MLA ഉറപ്പു നൽകി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് ഞാൻ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തി. ഞാൻ ഫ്രാഗുമായി ആദ്യം ബന്ധപ്പെട്ട ഒരു യോഗം തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഫ്രാഗ് മുൻകൈയെടുത്തുകൊണ്ട് വിവിധ മുന്നണിയുടെ സ്ഥാനാർത്ഥിമാരുടെ സംഗമം സംഘടിപ്പിച്ചപ്പോഴാണ് ഫ്രാഗ് എന്ന സംഘടനയെക്കുറിച്ച്, അതിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി. അതിൽ വൈപ്പിനിലുള്ള 6 പഞ്ചായത്തുകളിൽ നിലവിൽ സജീവമായി പ്രവർത്തനം ഉള്ള സംഘടനയെ ഫ്രാഗ് മാറിയിട്ടുണ്ട്. നമുക്ക് 8 പഞ്ചായത്തുകളാണുള്ളത്. മുളകാടും കടമക്കുടിയും ഉണ്ട്. പക്ഷെ അവിടെ കൂടി ഫ്രാഗിൻ്റെ ശാഖകൾ കാലക്രമേണ കടന്നു വരുമെന്ന് ഞാൻ കരുതുകയാണ്. പക്ഷെ ഇന്ന് കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ റെസിഡൻസ് അസോസിയേഷൻ എന്നത് ഒരു അംഗീകരിക്കപ്പെട്ട ഒരു സംവിധാനമായി മാറിയിട്ടുണ്ട്. കാരണം പ്രാദേശികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, പ്രാദേശികമായ വിവിധങ്ങളായ ആവശ്യങ്ങൾ നിറവേറ്റാൻ, പരസ്പരവും സാഹോദര്യവും സൗഹൃദം വളർത്താൻ, ഇവയ്ക്കെല്ലാം ഏറ്റവും പറ്റിയ ഇടം, വേദി റെസിഡൻസ് അസോസിയേഷനാണ്. തിരിച്ചറിവാണ് വ്യാപകമായി ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ പോലും റെസിഡൻസ് അസോസിയേഷൻ എന്ന ആശയത്തിന് ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ആ നിലയിൽ വൈപ്പിനിലെ ഫ്രാഗിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പൂർണ്ണമായ പിന്തുണ അതിനുണ്ടാവുമെന്ന് ഞാൻ അറിയിക്കുന്നു. നമ്മുടെ നാട്ടില് ഞാനടക്കുന്ന ജനപ്രതിനിധികൾക്ക് ശരിയായ വണ്ണം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഉതകുന്ന ഒരു ബോഡി എന്ന നിലയിലാണ് ഞാൻ റെസിഡൻസ് അസോസിയേഷനെ കാണുന്നത്. ഞാൻ ആവർത്തിക്കുന്നില്ല, കാരണം ഈ വൈപ്പിൻകര നേരിടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അനിലടക്കം വേറെ പല ഈ ഡയസിലും അപ്പുറത്തിരിക്കുന്ന നിങ്ങളടക്കം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നതും ഈ നാട്ടിൽ വ്യാപകമായി സഞ്ചരിച്ചതും. ഭാഗ്യവശാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഭൂരിപക്ഷം നൽകിയപ്പോൾ ജനപ്രതിയാകാൻ സാധിച്ചു. ഞാനിവിടെ താമസം തുടങ്ങി. ഈ കാലഘട്ടങ്ങളിൽ ഇവിടെ ഈ പ്രദേശം നേരിടുന്ന എല്ലാ ജനകീയമായ ആവശ്യങ്ങളും പ്രശ്നങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ അനിൽ പ്ലാവിൻസ് അടക്കം ഇവിടെ സംസാരിച്ച മുഴുവൻ പ്രാസംഗികരും ചൂണ്ടിക്കാണിച്ചത് കൃത്യമായ ഈ നാടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ കൂടി പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ പറഞ്ഞത് പ്രിയപ്പെട്ട രഘുരാജ്, അതേ പറഞ്ഞ അക്ഷരപരിസ്ഥിതിയാണ്. ഞാൻ മേലായിരിക്കുമ്പോൾ ഞാൻ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ 2050 2100 സംബന്ധിച്ചുണ്ട് സീ റൈസിംഗ്, സമുദ്രനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ വാർമിങ്ങിന്റെ ഭാഗമായി. അപ്പോൾ ഇത്തരം ദ്വീപുകളാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത്. പസഫിക് സമുദ്രത്തിലെ ഒരുപാട് രാജ്യങ്ങൾ ഭാവിയിൽ ഇല്ലാതാകും. ചെറുദ്വീപ് രാഷ്ട്രങ്ങൾ. ശരിയാണ്, അങ്ങനെ ഒരു വെല്ലുവിളി, ഒരു ക്ലൈമറ്റ് ചലഞ്ച്, ക്ലൈമറ്റ് ചേഞ്ച് അല്ല ചലഞ്ച്, വെല്ലുവിളി, കാലാവസ്ഥ വെല്ലുവിളി നേരിടുന്ന പ്രദേശവുമായി ഏറ്റവും കൂടുതൽ ആളുകളുണ്ട്. നഗരത്തോട് ചേർന്ന് കിടക്കുമ്പോഴും നഗരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇല്ല. എൻ്റെ ഫോണിലെ ബ്ലിങ്കിറ്റിൻ്റെ ആപ്പാണ്. ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞ ആപ്പ് പലർക്കും അറിയാമായിരിക്കും. ഞാൻ കലൂർ താമസിക്കുമ്പോൾ എന്ത് സാധനം വേണമെങ്കിലും രാത്രി 11 മണി വരെ ആ ആപ്പിലടിച്ചാൽ 10 മിനിറ്റിൽ കിട്ടും. അതൊരു സൗകര്യമാണ്. ഞാൻ ഇവിടെ വന്ന് ബ്ലിങ്കിറ്റ് ആപ്പ് അടിക്കുമ്പോൾ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞത് ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാ പ്രയോജനവും എല്ലാ പ്രദേശങ്ങളിലും വേണം.
വൈപ്പിനിൽ നിന്നുള്ള യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന വിധം ഹൈക്കോടതി ജംഗ്ഷനിൽ ബസ് ഷെൽട്ടർ എറണാകുളം MLAയുമായി ആലോചിച്ച് നടപ്പാക്കും. ചാത്തിയാത്ത് റോഡിലെ ക്വീൻസ് വാക്വേ തൽപര കൃഷികൾ കയ്യേറാതെ സംരക്ഷിക്കും. ഞാർക്കൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ കുറവ് പരിഹരിക്കും. വൈപ്പൻകരയിലെ കുടിവെള്ള ക്ഷാമത്തിനും യാത്രാക്ലേശനത്തിനും പരിഹാരം കാണാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നീ ഉറപ്പുകളും MLA നൽകി.